പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കാനാണോ അപ്പൊ നിങ്ങളുടെ ഈ ചോദ്യം? പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മാധ്യമങ്ങൾ നിൽക്കേണ്ടത്. അതേപോലെ ഇപ്പം ഇതിന്റെ പ്രൊമോഷന്റെ അവസാന ഘട്ടത്തിൽ ഇറങ്ങുന്ന സമയത്ത് നായകനൊന്നും എത്തിയില്ല, പക്ഷെ ഷൈൻ ചേട്ടൻ എല്ലാത്തിനും കൂടെ നിന്ന് പ്രസ് മീറ്റിലാണെങ്കിലും കുറെ ഇറങ്ങുന്ന ദിവസം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഷൈൻ ചേട്ടന്റെ ഒരു കാണുന്ന സപ്പോർട്ട്? ഷൈൻ ചേട്ടനോട് ചോദിക്കണം സപ്പോർട്ട് അത് നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നാണ് ചോദ്യം. അത് നമ്മുടെ ചങ്കല്ലേ. അതായത് നമ്മുടെ ഈ ഓൺലൈൻകാരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടന്റ് തരുന്ന ഒരാൾ ഷൈൻ ചേട്ടനാണ്. അപ്പൊ നമ്മുടെ ഒരു പടം നമ്മുടെ ടീമിൽ നിന്ന് ഒരു ഓൺലൈൻകാരുടെ ഒരു പടം വരുമ്പോൾ പുള്ളി നമ്മുടെ കൂടെ നിൽക്കുമല്ലോ. അതല്ല, ഞാൻ അന്നേറതുപോലും മുതൽ ഇങ്ങനെ ഇവിടെ അനിയനും കാണാൻ തുടങ്ങിയതാണ്. ഇത് ഈ ഓൺലൈൻ ഇത്രയും വിവരമാവുന്നതിന് മുന്നേ ചാനലുകളിൽ കൊണ്ടുപോയിട്ട് ഇതിഹാസയുടെ സമയത്താണെങ്കിലും കൊണ്ടു കടന്ന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ പടങ്ങൾക്കും ഈ പുള്ളീനെ കാണാം. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അധികം പടങ്ങൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും പുള്ളി പടത്തിന്റെ പ്രൊമോഷന്റെ പേരിൽ ഒരുപാട് പേരെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുവിധം എല്ലാവരും പുള്ളിക്ക് അറിയാം. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് നമ്മുടെ അടുത്തൊരു കാര്യം എന്ന് പറയുന്ന സമയത്ത് നമുക്കത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ആൾക്കാരല്ല, കൊണ്ടുപോകാനും പറ്റില്ല. ഈ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ചുറ്റുപാടുകൾ നമ്മൾ കാണുക, നിലനിർത്തുക, അതാ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അവരുടെ കൂടെ കൂടുക, കൂട്ടായ്മയിൽ ഉണ്ടാവുക, ഒരു സംഭവം ഉണ്ടാക്കുക, അതിന് കൂടെ നിൽക്കുക എന്നുള്ളതുള്ളൂ. അല്ലാതെ കുറ്റം പറയാൻ വേണ്ടി മാത്രം അല്ല, കൂടെ നിൽക്കാനും ഉപയോഗിക്കാം മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും. സഞ്ജയ്, അതേപോലെ ഒരു പടത്തിന്റെ പ്രധാനമായിട്ടുള്ള പ്രൊമോഷൻ സംഭവങ്ങളിലൊക്കെ നായകൻ വരേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പടത്തിന്റെ തീയതി വളരെ അടുത്താണ് നിർണയിക്കപ്പെട്ടത്. ഇത് ഒരുപാട് സമയവും എടുത്തു. അപ്പോ എല്ലാവരും ഇപ്പൊ ഞാനിവിടെ കൊച്ചിയിൽ ഉണ്ടായത് കൊണ്ട് ഞാനിവിടെ വന്നു അല്ലേ. അതേപോലെ എല്ലാവരും കൊച്ചിയിൽ ഇല്ല, പലരും പല സ്ഥലങ്ങളിലാണ്. റോമ ഓസ്ട്രേലിയയിലാണ്, അക്ഷയ് വേറെ ഒരു പരിപാടികളായിട്ട് അവിടെയാണ്. അപ്പൊ അത് അവർക്ക് പെട്ടെന്ന് അത് ക്യാൻസൽ ചെയ്ത് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. മനസ്സിലായ? അവർ ഈ പടത്തിൽ അഭിനയിച്ചല്ലോ, വർക്ക് ചെയ്തല്ലോ, അതിലും വലിയ ഭാഗഭാഗത്തൊന്നും ഇല്ല. മനസ്സിലായ? അല്ലാതെ അവരുടെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കാനാണോ അപ്പൊ നിങ്ങളുടെ ഈ ചോദ്യം? പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മാധ്യമങ്ങൾ നിൽക്കേണ്ടത്, ഉണ്ടാക്കാനല്ല. നിങ്ങൾക്കൊരു തെറ്റായ ധാരണയുണ്ട്. ഇവിടെ പ്രശ്നങ്ങൾ മാത്രമേ ചെലവാകുള്ളൂ. അതുകൊണ്ട് പ്രശ്നങ്ങൾ രാവിലെ മുതൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കുത്തി അതിനെ ഉണ്ടാക്കുക, അത് വിറ്റുപോകുക. അത് വളരെ ഞാൻ പറഞ്ഞു ലോകത്തെ ഏറ്റവും ചളി സ്വഭാവമാണ് അത്. ചളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു തരത്തിലും പറയാനില്ല. ആളുകളെ തമ്മിൽ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത്. അത് പ്രശ്നങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്ത ആരുമില്ല ഞങ്ങളുടെ ഇടയിലും നിങ്ങളുടെ ഇടയിലും, അത് നമുക്കറിയാം. പിന്നെ ഒരു വിഭാഗം മാത്രം ആളുകൾ മറ്റൊരു വിഭാഗം ആളുകൾ കുറ്റം പറയാൻ യാതൊരു അർഹതയും ഇല്ല. ഇതില്ലാത്ത പ്രശ്നം ഇപ്പൊ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചോദിക്കരുത്. നമ്മളെല്ലാവരും കൂടി ഇന്നാലും ഇവിടെ ഒരു പരിപാടി നടക്കുകയുള്ളൂ അല്ലേ. അത് വിജയിക്കോ വിജയിക്കില്ല എന്നുള്ളതല്ല കാര്യം. ഒരുമിച്ച് നിന്ന് ഒരു പരിപാടി നടത്തുക. നമ്മളല്ലാതെ ഓഗസ്റ്റ് 15 തീയതി മാത്രമല്ല രാജ്യക്കാരും അല്ലെങ്കിൽ രാജ്യസ്നേഹം വേണ്ടത്. ഈ ചുറ്റും നിൽക്കുന്നവരെ തമ്മിൽ മനസ്സിലാക്കാനും ജയിക്കുകയാണ് രാജ്യസ്നേഹം. അല്ലാതെ ഒരു പ്രദേശത്തെ ഒരു കൊടിയനും സ്നേഹിക്കുന്നതല്ല, ഇവിടെ ജീവിക്കുന്നവരെ സ്നേഹിക്കുക. ഓക്കെ, താങ്ക് യു. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്.